തവ കഥാമൃതം തപ്തജീവനം കവിഭിരീഡിതം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമദാതതം ഭുവി ഗൃണന്തി തേ ഭുരിത ജനാഃ ഭുവി ഗൃണന്തി തേ ഭുരിത ജനാഃ. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. അപ്പോൾ ഭഗവാനെ മാസ്റ്റർ മഹാശയൻ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഏത് വിധത്തിലാണ് വചനാമൃതത്തിൻ്റെ ആ രചനയിലൂടെ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ആദ്യ 1-2 അധ്യായം കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യത്തെ 2 അധ്യായത്തിനുള്ളിൽ തന്നെ ഭഗവാന്റെ ഒരു പൂർണ്ണ രൂപം എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നാണ് നമ്മൾ ഇതുവരെ വായിച്ചു പോയത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യം ശ്രീരാമകൃഷ്ണദേവൻ്റെ ഭാവങ്ങൾ മാസ്റ്റർ വ്യക്തമാക്കുന്നതാണ്. അതായത് ഭാവം, രൂപം, ഇത്തരം ആ ദൃശ്യമാനങ്ങളാണ് മാസ്റ്റർ മഹാശയൻ വളരെ സസൂക്ഷ്മം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അത് മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം വളരെ ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യുന്നത്, വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ കണ്ടതാണ്. കാര്യം പിന്നീട് ബെലൂർ മഠത്തിലൊക്കെ ചെല്ലുമ്പോൾ മാസ്റ്റർ ഓരോ മുറി കയറി ഇറങ്ങി ഓരോ സ്വാമിമാരുടെയും മുറിയിൽ ചെന്നിട്ട് ആ മുറിയെ ആകമാനം വീക്ഷിക്കുക, അവിടുത്തെ ഓരോ ചെറിയ ചെറിയ പോയിൻ്റ് വരെ എങ്ങനെയാണ് മാസ്റ്റർ കാണുന്നത്. അത് മാസ്റ്ററുടെ സ്വഭാവ രീതിയാണ്. ഓരോ കാര്യങ്ങളും വളരെ സൂക്ഷ്മമായിട്ട് ദർശിക്കും, അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോകും. അത് വെറുതെ ഒരു കാഴ്ച കാണുകയാണെങ്കിൽ പോലും മറ്റാരും ശ്രദ്ധിക്കാത്ത തരത്തിലുള്ള കാഴ്ചകളിലേക്ക് മാസ്റ്റർ മഹാശയൻ്റെ ശ്രദ്ധ പോകുന്നു എന്നുള്ളതാണ് അത് വിവരിക്കുന്നത്. ആ ഭാഗമാണ് മാസ്റ്റർ മഹാശയനെക്കുറിച്ച് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി കിട്ടുന്നത്. അപ്പോൾ അതുപോലെ ഭഗവാനെക്കുറിച്ചുള്ളതും വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് മാസ്റ്റർ മഹാശയൻ അത് ആദ്യത്തെ 2 അധ്യായം വചനാമൃതം തുടങ്ങുമ്പോൾ തന്നെ 2 അധ്യായത്തിനുള്ളിൽ തന്നെ അത് സമ്പൂർണ്ണമായിട്ട് അവതരിപ്പിക്കുകയാണ്. ആരാണ് ഭഗവാൻ? കാര്യം വചനാമൃത വായനയിലൂടെയാണ് ഇനി വരും കാലത്ത് ഭഗവാനെ പൂർണ്ണമായും മനസ്സിലാക്കാൻ ആളുകൾക്ക് സാധിക്കുക എന്നുള്ളത് മാസ്റ്റർ മഹാശയന് മനസ്സിലായി. അതുകൊണ്ടാണ് അത്രയും ഡീറ്റെയിലിങ്ങിലേക്ക് അദ്ദേഹം പോകാൻ കാരണം. അപ്പോൾ ഭഗവാനെ ആദ്യം കാണുമ്പോൾ എങ്ങനെ എന്നുള്ളതാണ്. ആദ്യ ദർശനത്തിൽ എങ്ങനെയാണ് ഭഗവാനെ നമുക്ക് അനുഭവിക്കാൻ കഴിയുക, എന്തായിരിക്കും അനുഭവം? അത് ആരെങ്കിലും കണ്ടാൽ, ഭഗവാൻ ആരെങ്കിലും കണ്ടാൽ മനോഹരമായ ഒരു പുഞ്ചിരി വിടരും എന്നാണ് പറഞ്ഞത്. ഒരു പുഞ്ചിരിയോടുകൂടി മാത്രമേ ഭഗവാൻ ആരെയും നോക്കുകയുള്ളൂ, ആരെ കണ്ടാലും. ഇനി ചിലരോട് മാത്രം സംസാരിക്കും, എല്ലാവരോടും സംസാരിക്കണമെന്നില്ല, എന്നാൽ ചിലരോട് മാത്രം സംസാരിക്കും. അങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു വിക്ക് അനുഭവപ്പെടും. കേൾവിക്കാരെ സംബന്ധിച്ച് ഭഗവാന് ഒരു വിക്കുള്ളതായിട്ട് ബോധ്യപ്പെടും. അപ്പോൾ അതൊരു സംഭാഷണത്തിൽ ഭഗവാന്റെ സംസാരത്തിനിടയിൽ ഒരു വിക്ക് അനുഭവപ്പെടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ മാസ്റ്റർ മഹാശയൻ ഈ ഭഗവാന്റെ ആ സ്വരൂപത്തെ പൂർണ്ണമായി വായനക്കാരന് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ വായനക്കാർ, ഏത് കാലത്തുള്ള വായനക്കാരനും പ്രത്യക്ഷത്തിൽ
ഭഗവാനെ നേരിട്ട് കാണാൻ സാധിക്കുന്ന വിധമാണ് തൻ്റെ ആ വിവരണം കൊണ്ടുള്ള ആ വിവരണ കൗശലത്തിലൂടെ മാസ്റ്റർ മഹാശയൻ അവതരിപ്പിക്കുന്നത്. ഒരിക്കൽ പോലും മുമ്പ് എന്തെങ്കിലും ലേഖനമോ പുസ്തകമോ ഒന്നും എഴുതാത്ത ഒരാളാണെന്നും കൂടെ ഓർക്കുക. അപ്പോൾ ഈ സംസാരത്തിൽ വിക്കുണ്ട് എന്ന് പറയുമ്പോൾ ഈ ഭഗവാന്റെ സംഭാഷണത്തെ കൂടുതൽ അത് മധുരതരമാക്കി എന്നതാണ് പ്രത്യേകത. അങ്ങനെയാണ് പറയുന്നത്. ഭഗവാന്റെ സംഭാഷണത്തിൽ ഒരു വിക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ സംഭാഷണത്തെ കൂടുതൽ മധുരതരമാക്കാനാണ് സഹായമായത്. എന്തുകൊണ്ടെന്നാൽ വിക്കൊരു ന്യൂനതയായിട്ടല്ല കേൾവിക്കാർക്ക് അനുഭവപ്പെടുക. സംഭാഷണത്തിനിടെ നിർത്തി അടുത്ത വാക്കുകൾ ഉച്ചരിക്കുന്ന തരത്തിലാണ് ഭഗവാൻ സംസാരിക്കുക. ഒരു വാക്ക് പറഞ്ഞിട്ട് അടുത്ത വാക്കിനിടയിൽ അല്പസമയമെടുക്കും. അപ്പോൾ അങ്ങനെ നിർത്തി ഓരോ വാക്കും നിർത്തിയാണ് ഭഗവാൻ സംസാരിക്കുക. അപ്പോൾ ഇത് കേൾക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും മനസ്സിലാവും എന്ന് മാത്രമല്ല, ഒരു ആകർഷണീയത ആ സംഭാഷണ ശൈലിയിൽ അല്ലെങ്കിൽ ആ ഒരു രീതി, ഭഗവാന്റെ ആ സംഭാഷണം കേൾക്കുമ്പോൾ വല്ലാത്തൊരു ആകർഷണീയത അതുകൊണ്ടുണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്നാൽ ഇത് തുടർച്ചയായി എല്ലാ സംഭാഷണവും ഒരു പൂർണ്ണമായും ഇങ്ങനെ നിർത്തി അങ്ങനെയല്ല. ഇടയ്ക്കിടയ്ക്ക് അത് ആ ഒരു സംഭാഷണത്തിൻ്റെ രീതി വരുന്നതിനോട് ഇഴുകിച്ചേർന്ന വിധത്തിലാണ് ഇടയ്ക്കിടയ്ക്ക് ഈ നിർത്തലുണ്ടാകുന്നത്. അതുകൊണ്ട് കേൾവിക്കാരനെ സംബന്ധിച്ചിടത്തോളം അതൊരു വൈകല്യമായിട്ടല്ല ബോധ്യപ്പെടുക, മറിച്ച് കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ച് അത് കൂടുതൽ ആകർഷണീയമായി തീരുകയാണ് ഉണ്ടായത്. ഇതാണ് മാസ്റ്റർ മഹാശയൻ പറയുന്നത്. കാരണം തപ്പിത്തടയുകയല്ല ചെയ്യുന്നത്. അടുത്ത വാക്ക് വരാതെ തപ്പിത്തടയുന്ന രീതി അങ്ങനെയൊന്നുമില്ല, അങ്ങനെ തപ്പിത്തടയില്ല. അപ്പോൾ ഇതാണ് മാസ്റ്റർ മഹാശയൻ ഭഗവാന്റെ സംഭാഷണത്തെ കുറിച്ച് പറയുന്നത്. അപ്പം ഇത്രയും വരെ എത്തിയപ്പോൾ ഭഗവാൻ പൂർണ്ണമായി നമ്മുടെ മുമ്പിലെത്തി. ഇനിയിപ്പോൾ കാരണം ഈ വിക്കിൻ്റെ കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞ് മാത്രമേ വചനാമൃതത്തിൽ പൂർണ്ണമായും ഭഗവാന്റെ സംഭാഷണമാണ്. അപ്പോൾ ആ സംഭാഷണങ്ങൾ വായിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ഈ ഒരു രൂപഘടനയും ഈ ഒരു സ്വഭാവ രീതിയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളത് വായിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ വായനയിൽ നിന്ന് ആ സന്ദർഭത്തിൻ്റെ പ്രത്യേകതകളും ആ സന്ദർഭത്തെ പ്രത്യക്ഷമായിട്ട് തന്നെ നമുക്ക് അനുഭവപ്പെടുന്ന തരത്തിൽ നമുക്ക് ബോധ്യപ്പെടും. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ആദ്യമേ മാസ്റ്റർ മഹാശയൻ പറഞ്ഞു വെച്ചത്. അപ്പോൾ ഇത് ഭഗവാനെക്കുറിച്ച് മാസ്റ്റർ മഹാശയൻ അവതരിപ്പിച്ചതാണ്. ഇനിയിപ്പോൾ മാസ്റ്റർ മഹാശയൻ അടുത്ത് പറയുന്നത്, അങ്ങനെ ചെല്ലുന്നവരിൽ മാസ്റ്റർ മഹാശയൻ ഭഗവാനെ സംബന്ധിച്ചോട് ചെല്ലുന്നവരോട് അവരുടെ വളരെ അടുത്ത് പെരുമാറുന്ന പോലെ ഏറ്റവും അടുത്ത കാര്യങ്ങൾ വരെ അവരോട് ചോദിച്ച് മനസ്സിലാക്കും. അപ്പോൾ മാസ്റ്ററോട് പോലും ആദ്യം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ കുടുംബകാര്യമാണ് തുടങ്ങി. ഭാര്യയുടെ, നമ്മളത് വചനാമൃതത്തിൽ കാണുന്നു, ഭാര്യയെക്കുറിച്ചാണ് ആദ്യം മാസ്റ്റർ മഹാശയനുമായിട്ട് സംസാരിക്കുന്നത്. മക്കളെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്, കുട്ടികൾ എത്രയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ കാര്യം ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മക്കളുണ്ടെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. പിന്നെ ഭാര്യ എങ്ങനെയുള്ളവളാണ് എന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോകുന്നത്. അപ്പോൾ ചേച്ചിയുടെ വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത് എന്ന് മാസ്റ്റർ പറയുന്നുണ്ട്. അതിൽ വചനാമൃതത്തിൽ നമുക്കത് കാണാം. ചേച്ചിയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം ചേച്ചിയുടെ ഭർത്താവാണ് ഈശാൻ കവിരാജ്. അപ്പം ഈശാൻ കവിരാജ് ചേച്ചിയുടെ ഭർത്താവാണ് ഈശാൻ കവിരാജ് എന്ന് പറയുമ്പോൾ ഭഗവാൻ പെട്ടെന്ന് വളരെ പരിചിതനായ ഒരാളെക്കുറിച്ച് കേട്ട ആ ഒരു താല്പര്യത്തോടു കൂടി തന്നെ മാസ്റ്റർ മഹാശയനോട് ഉടൻ ചോദിക്കുന്നു, ഓ ഈശാൻ്റെ വീടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ബോധ്യപ്പെടും ഭഗവാൻ ഏറ്റവും അറിയപ്പെടുന്ന ഒരാളാണ് ഈശാൻ കവിരാജ്, അതായത് മാസ്റ്റർ മഹാശയൻ്റെ സഹോദരിയുടെ ഭർത്താവ്. അപ്പോൾ അങ്ങനെ അപ്പോൾ അത് എന്താണ്, ഇത് മാസ്റ്റർ മഹാശയനാണ് ഇത് എഴുതുന്നതെന്ന് ആലോചിക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് മാസ്റ്റർ മഹാശയൻ ഇങ്ങനെ ഈ ഓരോ കഥാപാത്രങ്ങളെ, ഇതിനകത്ത് വരുന്ന ഓരോ കഥാപാത്രങ്ങളെ
അവതരിപ്പിക്കുന്നത് നമുക്ക് വളരെ ബോധ്യപ്പെടുന്ന തരത്തിലാണ്. നാം ആ രംഗത്ത് നമ്മളുടെ ഉണ്ട്, വായനക്കാരനും കൂടെ ഉണ്ട് എന്നുള്ള സങ്കല്പത്തിലാണ് ആ വായനക്കാരനെ കൂടെ ഈ ഗ്രന്ഥം വായിക്കുന്ന, ഭഗവാന്റെ ഈ കഥാമൃതം വായിക്കുന്നവർ കൂടെ എഴുതുന്ന സന്ദർഭത്തിൽ അവരെ കൂടെ കണ്ടുകൊണ്ടാണ് മാസ്റ്റർ മഹാശയൻ എഴുതുന്നത്. അതുകൊണ്ടാണ് ഈ സംഭാഷണ രീതി ഇങ്ങനെ പോയത്. അതാണ് ഉടനെ ചോദിച്ചു, ഈശാൻ കവിരാജിൻ്റെ, നമ്മൾ സാധാരണ സംസാരിക്കുന്ന പോലെ, ഇന്ന ആളുടെ വീടാണല്ലേ, അത് ശരി, എവിടെയാണ്, ഇന്നടത്താണ് എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു പാറ്റേണിലുള്ള സംഭാഷണമാണ്. ഒരിക്കലും ഒരു സന്യാസിയോ അല്ലെങ്കിൽ ഒരു വലിയ ഋഷിയോ അല്ലെങ്കിൽ ഒരു വലിയ ഗുരുവോ ഒന്നും സംസാരിക്കുന്ന രീതിയല്ല. അത് നമുക്കറിയാം. നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഗുരുവും ഇങ്ങനെ സംസാരിക്കില്ല. നമ്മൾ കേട്ടിട്ടുള്ള ഒരു അവതാരവും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. എല്ലാവരുടെയും സംഭാഷണം നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്ത് കേൾക്കുന്നതാണ്. നമ്മളൊന്നും ഭഗവാന്റെ നേരിട്ട് കേൾക്കുന്നില്ലല്ലോ. നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ഭഗവത് വചനങ്ങൾക്കും ഈ ഒരു സ്വഭാവമില്ല. ഇത് വളരെ കാഷ്വലായിട്ട്, കൊളോക്കിയലായിട്ട്, ഗ്രാമീണമായ തരത്തിൽ ഉള്ള അവതാരത്തിൻ്റെ സംഭാഷണം പോലും വളരെ ഒരു ഗ്രാമീണ ശൈലിയിൽ വളരെ ഇൻറ്റിമേറ്റായിട്ട് അവതരിപ്പിക്കുന്ന ഒരു ശൈലിയാണ് മാസ്റ്റർ മഹാശയൻ. ഇത് മാസ്റ്റർ മഹാശയൻ ഉണ്ടാക്കിയ ശൈലിയൊന്നുമല്ല, ഭഗവാന്റെ രീതി അതാണ്. അപ്പോൾ ഈശാൻ കവിരാജിനെ അറിയാനൊരു കാരണം, ഭഗവാനെ ഈശാൻ കവിരാജ് മുൻപ്, അതായത് തുടക്കത്തിലൊക്കെ ദക്ഷിണേശ്വരത്ത് ഉണ്ടായിരുന്ന ആദ്യ സമയങ്ങളിലൊക്കെ ഭഗവാനെ ഈ അസുഖങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ ഭഗവാനെ ചികിത്സിച്ചിട്ടുണ്ട്. ഈ ചികിത്സിച്ചോടെന്ന് പറയുമ്പോൾ വലിയ രോഗത്തിന് ചികിത്സിച്ച പോലെ അവസ്ഥയല്ല. കാര്യം ഭഗവാന്റെ ആ കഥയിൽ അവസാനം വരുമ്പോൾ വലിയ ചികിത്സയിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ അതുപോലുള്ള ആ അവസ്ഥയല്ല. സാധാരണഗതിയിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ അസുഖങ്ങളൊക്കെ വരുമ്പോൾ ചികിത്സിക്കുന്ന പോലെ അങ്ങനെയുള്ളൊരടുപ്പം ഈശാൻ കവിരാജുമായിട്ടുണ്ട്. എന്നാൽ ഈശാൻ കവിരാജിനെ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും വചനാമൃതത്തിൽ പരാമർശിച്ച് പോയിട്ടുമില്ല. അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്കൊന്നും പോയിട്ടില്ല മാസ്റ്റർ മഹാശയൻ. ആകെയുള്ള ശ്രീരാമകൃഷ്ണദേവൻ ഇതിങ്ങനെ ഈശാൻ കവിരാജിൻ്റെ വീടാണോ എന്ന് ചോദിക്കുന്ന പോലെയാണ്. എന്നിട്ട് ഈശാൻ കവിരാജിൻ്റെ വീടോ എന്ന് ചോദിച്ചിട്ട് ഭഗവാൻ അടുത്തത് കേശവൻ എന്നുള്ള വാക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈശാൻ കവിരാജ് എന്ന് പറഞ്ഞിട്ട് ഉടൻ തന്നെ കേശവനിലേക്ക് മാറുന്നു. അപ്പോൾ ഈശാൻ കവിരാജിൻ്റെ വീടോ എന്ന് ചോദിച്ചിട്ട് എന്താണ് കേശവനിലേക്ക് മാറാനുള്ളൊരു കാരണം? പെട്ടെന്ന് കേശവനെക്കുറിച്ച് അവിടെ പരാമർശിക്കാൻ എന്താണ് കാരണം എന്നുള്ളത് വരും. അപ്പോൾ കേശവനും ഈശാൻ കവിരാജും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളതൊരു ഘടന അവിടെ. അല്ലെങ്കിൽ പിന്നെ ഈശാൻ കവിരാജിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഉടൻ കേശവനിലേക്ക് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ വചനാമൃതത്തിൻ്റെ വായനയിൽ വരുന്ന ഒരു ഘടനയുടെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഒരുപക്ഷെ വായനക്കാർക്ക് പെട്ടെന്ന് ആ കഥാപാത്രത്തെ അല്ലെങ്കിൽ ആ വ്യക്തിത്വത്തെ പെട്ടെന്ന് ഒരു വായനക്കാരൻ അറിയണമെന്നില്ല, പുതിയൊരു വായനക്കാരൻ അറിയണമെന്നില്ല. അപ്പോൾ ഇതിൽ വരുന്ന ഓരോ കഥാപാത്രത്തെയും മാസ്റ്റർ മഹാശയൻ അവതരിപ്പിക്കുമ്പോൾ വളരെ നാടകീയമായിട്ട്, എന്നാൽ വളരെ സ്വാഭാവികമായ രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. ഒരു ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കുറച്ച് ആളുകളെക്കുറിച്ച് സംസാരിക്കുന്ന പോലെയാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു പുതിയ വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈശാൻ ആരാണ്, കേശവൻ ആരാണെന്നൊന്നും പ്രത്യേകിച്ച് അന്വേഷിക്കേണ്ട കാര്യം വരുന്നില്ല അവിടെ. കാര്യം അങ്ങനെ ഒരു തോന്നൽ വരില്ല, ഇതാരാണ് ഈ കേശവൻ അല്ലെങ്കിൽ ഇതാരാണ് ഈശാൻ എന്നൊന്നും പ്രത്യേകിച്ച് തോന്നേണ്ട കാര്യമില്ല. കാരണം സംഭവത്തെ അവതരിപ്പിക്കുമ്പോൾ ആ അവതരണ ശൈലിയിലൂടെ വായനക്കാരൻ മുന്നോട്ട് പൊക്കോളും. വരുന്ന ആളുകൾ കേശവനെങ്കിൽ കേശവൻ, അതായത് ഒരു കേശവൻ എന്നുള്ള മട്ടിൽ അങ്ങ് പോകും. എന്നാലും കേശവനെക്കുറിച്ച് ഒന്നുകൂടെ ഡീറ്റെയിൽ ആക്കുന്നുണ്ട് മാസ്റ്റർ മഹാശയൻ. നോക്കൂ, ഇതൊക്കെ മാസ്റ്റർ മഹാശയനാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടത്തുന്നത് എന്നുള്ളത് നമ്മൾ മറക്കരുത്. ഓരോ ആളുകളെയും അതിൻ്റെ അവതരിപ്പിച്ച് തുടങ്ങുമ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ മുഴുവൻ മാസ്റ്റർ മഹാശയൻ്റെ ആ ഒരു രീതിയാണ്. അതുകൊണ്ടാണ് മാസ്റ്റർ മഹാശയൻ എന്തെഴുതണം എന്തെഴുതണ്ട എന്നുള്ളത് പോലും മാസ്റ്റർ മഹാശയൻ്റെ പക്ഷത്തു നിന്നാണ് വരേണ്ടത്. കാര്യം മാസ്റ്റർ മഹാശയനാണ് എഴുത്തുകാരൻ എന്നുള്ളത് കൊണ്ട്. എന്നാൽ ഇവിടെ മാസ്റ്റർ മഹാശയൻ എഴുത്തുകാരനാണോ എന്ന് ചോദിച്ചാൽ അല്ല. അതാണ് ഇവിടെ ആരെക്കുറിച്ച് എങ്ങനെ എഴുതണം എന്തെഴുതണം എന്നുള്ളത് മാസ്റ്റർ മഹാശയൻ്റെ കയ്യിലേ അല്ല അതിൻ്റെ നിയന്ത്രണം. മാസ്റ്റർ മഹാശയൻ തന്നെ പിന്നീട് പറഞ്ഞിട്ടുമുണ്ട്. ഇത് ധ്യാനാവസ്ഥയിലിരിക്കുന്നു. കാര്യം 20 വർഷത്തിന് ശേഷമാണ് ഇത് എഴുതുന്നത്. ഭഗവാനെ ഈ സംഭവങ്ങളെ 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് എഴുതി തുടങ്ങുന്നത്. ആദ്യം മുതലുള്ള എഴുതി തുടങ്ങുന്നത്.
അത് പല പല ഭാഗങ്ങളായിട്ടാണ് എഴുതുന്നത്. അതായത് കണ്ടിന്യൂസ് ആയിട്ടല്ല എഴുതുന്നത്. ഇന്ന് നമ്മൾ വായിക്കുന്ന ഘടനയിലല്ലല്ലോ. അത് നമ്മൾ മുമ്പ് ഇതേക്കുറിച്ച് ഈ വചനാമൃത രചനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതും പറഞ്ഞിട്ടുണ്ട്. ഇത് മാസ്റ്റർ മഹാശയന് ധ്യാനാവസ്ഥയിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന രംഗങ്ങളാണ് എഴുതിക്കൊണ്ടിരുന്നത്. അതാണ് പിന്നീട് ഉദ്ബോധനയിലൊക്കെ പ്രസിദ്ധീകരിച്ചത്. അത് 3, 4, 5 ഇഷ്യൂ ആയിട്ട് ഇങ്ങനെ പലതും തീയതി അനുസരിച്ചൊന്നുമല്ല. അവിടെ ഇവിടെയൊക്കെ ഓർമ്മ വരുന്ന ഭാഗങ്ങളെല്ലാം ഇങ്ങനെ പല പല ഒരു എന്താ പറയുക, ഒരു അവിയൽ പരുവത്തിൽ, ഇതൊക്കെ നമ്മൾ പറയുന്ന പോലെ ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിയും തിരിഞ്ഞും ഡേറ്റ് വൈസ് ഒന്നുമല്ല. എല്ലാം പിന്നീടത് കമ്പൈൽ ചെയ്ത സന്ദർഭത്തിൽ പിന്നീട് അത് ഇംഗ്ലീഷിലേക്കൊക്കെ കമ്പൈൽ ചെയ്തപ്പോഴാണ് അതിൻ്റെ ഓർഡറൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തതും പിന്നെ പിന്നീട് വന്നതാണ് നമ്മളിന്ന് കാണുന്ന രൂപഘടനയിലുള്ള ആ ഓർഡർ പിന്നീടുണ്ടായതാണ്. ഇത് ആദ്യ രചനയിൽ ഇത്തരം അല്ലെങ്കിൽ ഇത് എഴുതുന്ന സമയത്ത് ഇതൊന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല. ഭഗവാന്റെ വാക്കുകൾ, ഭഗവാനെക്കുറിച്ചുള്ള ഓർമ്മകൾ, ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഈ കേശവൻ എന്ന് അല്ലെങ്കിൽ ഈശാൻ്റെ കഴിഞ്ഞ ഉടൻ തന്നെ കേശവൻ്റെ കാര്യത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ വായനക്കാരനെ സംബന്ധിച്ച് ഈശാനാര് കേശവനാര് എന്നൊക്കെയുള്ള സംശയങ്ങളൊന്നും അവിടെ വരേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അതിലേക്ക് പോകുന്നില്ല. അതിന് മുമ്പേ തന്നെ ഇതിൻ്റെ ആ രചനാരീതി മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞു. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ എന്താണ് പറ്റുന്നത്, കേശവൻ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതായി ചോദ്യം. അപ്പോൾ നമ്മുടെ ഉള്ളിലും അയ്യോ കേശവൻ എന്ത് പറ്റി, കേശവൻ ആരാണെന്ന് പോലും നമുക്കറിയില്ല. അപ്പോഴും നമ്മുടെ ഉള്ളിലേക്കും ആ ഒരു 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 ഇത് വരുന്നത് കേശവൻ എങ്ങനെ ഇരിക്കുന്നു എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്. അപ്പോൾ കേശവന് കലശലായ സൂക്കേടായിരുന്നു എന്ന് ശ്രീരാമകൃഷ്ണദേവൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പോൾ ആർക്കോ ഒരു സുഖമില്ലാതായി, ഇപ്പോൾ കേശവന് സുഖമില്ലാതായി. അപ്പോൾ അതാണ്, അപ്പോൾ അദ്ദേഹത്തിന് വളരെ അസുഖം ബാധിച്ച ആളാണ്. അപ്പോൾ എങ്ങനെയുള്ള ആളാണ് ഈ കേശവൻ എന്ന് പറഞ്ഞേ പറ്റൂ. കാര്യം കേശവന് സുഖമില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി കേശവൻ എങ്ങനെയുള്ള ആളാണെന്നും കൂടെ പറയേണ്ടി വരും. ഡീറ്റെയിലേക്ക് പോകുന്നില്ലെങ്കിലും ആ സന്ദർഭത്തെ വിവരിക്കും. അപ്പോൾ മാസ്റ്റർ അവിടെ പറയുന്ന ഒരു ഉത്തരം ഞാനും അങ്ങനെ കേട്ടു എന്ന് മാത്രമാണ്. നോക്കൂ, ഞാനും അങ്ങനെ കേട്ടു എന്ന് മാത്രമാണ് മാസ്റ്റർ മഹാശയൻ പറയുന്നത്. എന്നിട്ട് ഇപ്പോൾ സുഖമായിരിക്കുന്നു എന്ന് തോന്നുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം മാസ്റ്റർ മഹാശയൻ കേശവനുമായിട്ട് അടുത്ത് ഇടപഴകിയിട്ടില്ല ആ സന്ദർഭത്തിലൊന്നും, അല്ലെങ്കിൽ അടുത്തറിയാവുന്ന തരത്തിലുള്ള യാതൊരു സമ്പർക്കവും മാസ്റ്റർ മഹാശയനും കേശവനും തമ്മിലുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ആണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുന്നത്. കാര്യം നേരിട്ട് അറിയില്ല, അന്വേഷിച്ചിട്ടില്ല. അപ്പോൾ ഇത് മാസ്റ്റർ മഹാശയൻ കേശവൻ എന്ന് പറയുന്ന വ്യക്തിത്വത്തെ നേരിട്ട് അല്ലെങ്കിൽ വളരെ ഫ്രീക്വൻ്റ് ആയിട്ടൊക്കെ പോവുകയോ കാണുകയോ ചെയ്യുന്നില്ല, ചിരപരിചിതനാണ് എന്നൊന്നും വായനക്കാരൻ ഇവിടെ ബോധ്യപ്പെടുന്നില്ല. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയിലേക്ക് ഇപ്പോൾ വായനക്കാരൻ അറിയില്ലല്ലോ. ഞാനത് ആ ബോധ്യതലം വെച്ചിട്ടാണ് ഞാനിത് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇവിടെ വെച്ചറിയില്ല. അപ്പോൾ തുടർന്ന് വരുന്നത് ശ്രീരാമകൃഷ്ണദേവനും കേശവനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്ന ഒരു ഭാഗമാണ്. എത്രമാത്രമാണ് ശ്രീരാമകൃഷ്ണദേവന് കേശവനോടുള്ള ബന്ധം എന്നുള്ള ആ ആഴം മനസ്സിലാക്കിക്കുന്ന തരത്തിലാണ് പിന്നീട് മാസ്റ്റർ മഹാശയൻ ആ കണ്ടൻറ്റിനെ ഫോം ചെയ്തിരിക്കുന്നത്, എഴുതിയിരിക്കുന്നത്. അപ്പോൾ കേശവനെ അവതരിപ്പിക്കുന്നതിന് മാസ്റ്റർ മഹാശയൻ സ്വീകരിച്ചിരിക്കുന്ന ഒരു രീതി ഇതാണ്. കേശവൻ ആരെന്ന് പറയുന്നില്ല, കേശവൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊന്നും അവിടെ ചർച്ച ചെയ്യുന്നില്ല. പെട്ടെന്ന് ആ പേര് പറയുന്നു. ആ പേര് പറഞ്ഞെങ്കിൽ അടുത്ത് കേശവനുമായിട്ട് ഭഗവാനുള്ള ബന്ധത്തിൻ്റെ ആഴം മനസ്സിലാക്കുന്ന 1-2 കാര്യങ്ങൾ കൂടെ തുടർന്ന് വിവരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ യാദൃച്ഛികമായിട്ട് ഈ ഭാഗം എത്തിയപ്പോൾ ഞാനായിട്ട് ഇവിടെ പറയുകയാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച കൂട്ടത്തിൽ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നു, രസിക്കിനെ കുറിച്ച്. ഭഗവാന്റെ ദക്ഷിണേശ്വരം ക്ഷേത്രത്തിലെ തൂപ്പുകാരനായ രസിക്കിനെ കുറിച്ച് നമ്മളിങ്ങനെ ഒരു ഇവിടെ നമ്മുടെ സത്സംഗത്തിനിടയിൽ രസിക്കും കടന്നു വന്നിരുന്നു യാദൃച്ഛികമായിട്ട്. യഥാർത്ഥത്തിൽ രസിക്കിൻ്റെ ഭാഗം ഞാൻ ആ സമയത്ത് വായിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുകയൊന്നും ചെയ്തിരുന്നില്ല. അതുകൊണ്ട് അന്ന് നമ്മൾ സത്സംഗം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അത് പറയാൻ കാരണം ഉണ്ടായത് 2 പേരോട് ഭഗവാൻ നേരിട്ട് 2 പേരുടെ മരണസമയത്ത് ഭഗവാൻ നേരിട്ട് വന്ന് അവരെ നേരിട്ട് സ്വീകരിച്ചു. പ്രത്യക്ഷത്തിൽ ഭഗവാൻ അവർക്ക് മുമ്പിൽ അവതരിച്ച് അവരെ സ്വീകരിച്ചു. മരണസമയത്ത് അവരുടെ ആത്മാവിനെ സ്വീകരിച്ചു.
ഭഗവാൻ ആത്മാവിനെ സ്വീകരിച്ചു കൊണ്ടുപോയി രണ്ടുപേരെ, ഒന്ന് ഹസ്ര മഹാശയനും മറ്റൊന്ന് ബൽറാം ബസു. അപ്പോൾ ഇത് രണ്ടും പറഞ്ഞപ്പോഴാണ് ഇവിടെ നമ്മൾ ഈ ചർച്ചയിൽ തന്നെ പെട്ടെന്ന് ശാരദ ചേച്ചിയൊക്കെയാണെന്ന് തോന്നുന്നു പെട്ടെന്ന് പറഞ്ഞത് രസിക്കിൻ്റെ കാര്യം കൂടെ പറഞ്ഞു. ശരിയാണ്. അപ്പോൾ രസിക്കിനെയും ഭഗവാൻ നേരിട്ട് വന്ന് ആ ആത്മാവിനെ ഭഗവാൻ നേരിട്ട് സ്വീകരിക്കുകയാണ് ചെയ്തത്. അത് വാക്ക് കൊടുത്തിരുന്നു, നിൻ്റെ മരണസമയത്ത് ഞാൻ നേരിട്ട് വരാം നിൻ്റെ അടുത്തേക്ക് എന്ന് വാക്ക് കൊടുത്തിരുന്നു എന്നുള്ള ആ ഭാഗം. അപ്പോൾ ഇവിടെ രസിക്കിനെ കുറിച്ച് പറയാൻ കാരണം ഈ കേശവൻ്റെ കാര്യം വന്നപ്പോഴാണ് അത് ഞാൻ ഓർത്തത്. പിന്നീട് ഇത് രസിക്കിനെക്കുറിച്ച് ഇവിടെ ഓർക്കാൻ കാരണം ഈ കേശവൻ്റെ കാര്യം പറഞ്ഞു. കേശവന് വേണ്ടി കണ്ണീരൊഴുക്കുന്നു എന്നുള്ള ഭാഗമാണ് വചനാമൃതത്തിൽ ആദ്യത്തിൽ കാണുന്നത്. കേശവന് വേണ്ടി ഭഗവാൻ കണ്ണീരൊഴുക്കുന്നു. കാരണം കൽക്കട്ടയിൽ ഞാൻ പോകുമ്പോൾ ഇനി ആരോട് സംസാരിക്കും എന്ന് കാളിമാതാവിനോട് കേണ് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് കാളിമാതാവിന് കരിക്കും പഞ്ചസാരയും ഒക്കെ നേരുന്നു. കേശവൻ്റെ അസുഖം മാറണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശ്വര അവതാരം എങ്ങനെയാണ് ഇത്രയും ആർദ്രമാകുന്നത് എന്ന് നമുക്ക് ആദ്യമേ ബോധ്യപ്പെടുകയാണ് ഈ ഒരു രംഗത്ത്. അവതാരം എത്രമാത്രം ഹൃദയപൂർവ്വമാണ് തൻ്റെ ഭക്തനെയോ അല്ലെങ്കിൽ തൻ്റെ ജീവികളെയോ പരിഗണിക്കുന്നത് എന്നുള്ളതാണ്. അതിനോട് ചേർത്ത് അപ്പോൾ കേശവനോട് ഉള്ള അതേ ഭാവം തന്നെയാണ് കേശവനായാലും ശരി, ഹസ്രമഹാശയനായാലും ശരി, അല്ലെങ്കിൽ ബൽറാം ബസു ആയാലും ശരി, ഇപ്പം മൂന്നാമത് പറയാവുന്ന ഈ രസിക്കായാലും ശരി. എന്താണ് ഈ 4 പേരും തമ്മിലുള്ള വ്യത്യാസം? അന്നത്തെ കൽക്കത്ത സമൂഹത്തിൻ്റെ 4 തലത്തിൽ നിൽക്കുന്നവരാണ് ഈ 4 പേർ. 4 തരം സ്വഭാവങ്ങളുടെ പ്രത്യേകതയും കൂടി ഇവർക്കുണ്ട്. അതാണ് ഭഗവാന്റെ മുമ്പിൽ എല്ലാവർക്കും സമമായ ഒരവസ്ഥ എന്നുകൂടെ ബോധ്യപ്പെടുന്നതാണ് ഈ 4 പേർ. കേശവനാണെങ്കിൽ അന്നത്തെ ഭാരതത്തിൻ്റെ സങ്കല്പത്തിലെടുത്താൽ അറിയപ്പെടുന്നൊരു ഭാരതീയ നേതാവാണ്. ബംഗാളിൻ്റെ മാത്രമല്ല, ബ്രഹ്മസമാജം എന്ന് പറയുന്നത് ഭാരതം മുഴുവൻ വളരെ പേരെടുത്ത ഒരു ആ സംഘടനാ വലിപ്പത്തിൽ നിൽക്കുന്ന ആ സംഘടനയുടെ ഏറ്റവും തലപ്പത്ത് നിൽക്കുന്ന ആൾ, അത്രയും വലിയ ജനസമ്മതിയുള്ള വലിയ നേതാവ്, അതാണ് കേശവൻ. അതേസമയം ബൽറാം ബോസ് ആണെങ്കിൽ ഒരു ധനികനായ ഗൃഹസ്ഥനായിട്ടാണ്. അപ്പോൾ തൻ്റെ ആ ജീവിതം എങ്ങനെയാണ് ഭഗവാനിൽ അർപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ബൽറാം ബോസിൻ്റെ കണ്ടത്. അത് അങ്ങനെ ഒരു ഭാഗം. ഇതെല്ലാം ഈ ഗൃഹസ്ഥാശ്രമത്തിൻ്റെ വിവിധ ദൃശ്യങ്ങളാണ്. ഇനി മൂന്നാമത് പറഞ്ഞ ഹസ്രയോ, പണത്തിന് വേണ്ടി മാത്രം ഈശ്വരനെ ആശ്രയിക്കുന്ന ആൾ. അയാൾക്ക് വേറെ ഒരു ലക്ഷ്യവുമില്ല. അയാളുടെ ജീവിതാന്ത്യം വരെ അയാളുടെ ഒരേ ഒരു ലക്ഷ്യം പണം മാത്രമായിരുന്നു. അത് ഭഗവാന്റെ ജീവിതകാലത്ത് മുഴുവനും ഹസ്ര പണത്തിന് വേണ്ടി കാത്തിരുന്നു. ഭഗവാന്റെ ജീവത്യാഗത്തിന് ശേഷവും ആ ദേഹത്യാഗത്തിന് ശേഷവും ദക്ഷിണേശ്വരത്ത് മറ്റൊരു ഭഗവാനായിരിക്കാം എന്നുള്ള ധാരണയിൽ ജീവിക്കുകയും ചെയ്തു. ആ ആളെപ്പോലും ഉടലോടെ വന്ന് ഭഗവാൻ അന്ത്യസമയത്ത് സ്വീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതാണ് ബൽറാം ബോസ് ആയാലും ശരി, ഹസ്രയായാലും ശരി. അപ്പോൾ ഏതെല്ലാം തലത്തിൽ ഇവിടെ രസിക എന്ന് പറഞ്ഞപ്പോഴോ ഈ 3 രൂപത്തിലുള്ള ആളല്ല, 4മതൊരു മനുഷ്യാവസ്ഥയാണ് രസിക്കെന്ന് അവതരിപ്പിക്കപ്പെടുകയാണ്. അതായത് സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള അന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നത്തെ അവസ്ഥയിലല്ല പറയേണ്ടത്, ഇന്ന് അങ്ങനെ പറയാൻ പാടില്ല, പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ നീച്ച ജാതി എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. നീച്ച ജാതി, ഇത് വിവേകാനന്ദ സ്വാമി ഉപയോഗിച്ച വാക്കാണ്, നീച്ച ജാതി എന്നുള്ളത്. അപ്പോൾ നീച്ച ജാതി എന്നുള്ള ആ ഒരു അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയിൽ പറയപ്പെടുന്ന ഒരു അവസ്ഥയിലുള്ള അതിൽപ്പെടുന്ന ഒരാളാണ് രസിക്ക്. അപ്പോൾ രസിക്ക് ദക്ഷിണേശ്വരം ക്ഷേത്രത്തിലെ തൂപ്പുകാരനാണ്. ക്ഷേത്രത്തിൽ നിന്ന് നിയമിതനായ തൂപ്പുകാരനാണ്, ജോലിക്കാരനാണ്. പക്ഷേ രസിക്കിനെ സംബന്ധിച്ചുള്ളൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ക്ഷേത്രത്തിൻ്റെ പുറത്തുള്ള ആ തോട്ടത്തിലൂടെയുള്ള വഴിയും മറ്റുമേ തൂക്കാനുള്ള അവകാശമുള്ളൂ. കാര്യം ക്ഷേത്രത്തിനകത്ത് കയറാൻ പാടില്ല.
കാര്യം ഈ ജാതിപരമായി വളരെ താഴെ തട്ടിലുള്ള ആളായതുകൊണ്ട് അന്നത്തെ നമുക്കറിയാമല്ലോ, ഇവിടെ വൈക്കം സത്യാഗ്രഹം കാലം പോലും നമുക്കറിയാവുന്ന ചരിത്രമാണത്. അങ്ങനെയുള്ളവർക്ക് ക്ഷേത്രങ്ങളിലൊന്നും കയറാൻ പാടില്ല എന്നുള്ള ആ കാലഘട്ടത്തിൽ ക്ഷേത്രത്തിനകത്തു കയറുകയോ ബ്രാഹ്മണരായവരെ കാണുകയോ ചെയ്യരുത്. പ്രത്യേകിച്ച് ക്ഷേത്രത്തിൽ ഉള്ള ബ്രാഹ്മണരായ ആളുകളെ രസിക്ക് കണ്ടു എന്ന് ബ്രാഹ്മണർക്ക് ബോധ്യം വന്നാൽ അവർ 3 നേരം കുളിക്കണം. അന്നത്തെ ദിവസം 3 നേരം കുളിച്ച് ഈ ഭക്ഷണക്രമത്തിലൊക്കെ എന്തോ കാര്യം വലിയൊരു പ്രശ്നമാണത്. രസിക്ക് നേരിട്ട് കണ്ടു എന്നറിഞ്ഞാൽ അന്നത്തെ അവർക്ക് വലിയ പ്രശ്നമാണത്. ഇത്രയും പരിഹാരക്രിയകൾ നടത്തിയാൽ മാത്രമേ അവർക്ക് പിന്നെ ക്ഷേത്രത്തിൽ കയറാൻ പറ്റുള്ളൂ. ഈ കാഴ്ചയിൽ പെട്ടതുകൊണ്ടാണ്. കാഴ്ചയിൽ പെട്ടു എന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ പിന്നെ അവർക്ക് ക്ഷേത്രത്തിൽ കയറണമെങ്കിൽ ഒരു വലിയ ആചാരക്രമങ്ങൾ അനുസരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആലോചിച്ച് നോക്കുക, ക്ഷേത്ര ജീവനക്കാരനായ രസിക്കിൻ്റെ ഒരു അവസ്ഥ. അവിടെ വരുന്ന ഒരാളെയും നേരിട്ട് കാണാൻ പാടില്ല രസിക്ക്. അത് കാണാതെ സൂക്ഷിച്ച് മാറി നിൽക്കേണ്ടത് രസിക്കിൻ്റെ ഉത്തരവാദിത്തമാണ്. രസിക്ക് ഈ മറഞ്ഞിരുന്നാണ് ഓരോന്ന് ചെയ്യുന്നത്. കാര്യം മറ്റുള്ളവരെ ഈ വരുന്ന ആൾ ബ്രാഹ്മണനാണോ എന്നൊന്നും തിരിച്ചറിയാനൊന്നും പറ്റില്ലല്ലോ. അതും എത്രയോ പേര് ഈ ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് രസിക്ക് അവിടെ ജോലി ചെയ്തേ പറ്റൂ. 2 രൂപയാണ് രസിക്കിൻ്റെ ശമ്പളം. 2 രൂപ. അപ്പോൾ ഈ 2 രൂപ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ശ്രീരാമകൃഷ്ണദേവൻ അവിടെ ദക്ഷിണേശ്വരത്ത് പൂജാരിയായി നിയമിതനായപ്പോൾ 5 രൂപയാണ് വരുമാനം. 5 രൂപയേ ഉള്ളൂ. അപ്പോൾ രസിക്കിന് 2 രൂപ കിട്ടും. 3 രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ ഇവർ തമ്മിൽ. 2 രൂപ രസിക്കിൻ്റെ ശമ്പളം, 5 രൂപ ശ്രീരാമകൃഷ്ണദേവൻ്റെ ശമ്പളം. ഇത്രയേ ഉള്ളൂ. ഈ ചേഞ്ചേ ഉള്ളൂ, വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ രസിക്കിൻ്റെ ഒരു ബുദ്ധിമുട്ട്, രസിക്ക് ആളുകളുടെ ദൃഷ്ടിയിൽപ്പെടാത്ത വിധം ജോലി ചെയ്യണം, ജീവിക്കണം. ജീവിതം മുഴുവനും ദൃഷ്ടിപ്പെടരുത് മറ്റുള്ളവരുടെ. നോക്കൂ, ഒരു മനുഷ്യാവസ്ഥയുടെ ഒരു വലിയ പ്രശ്നമാണ്. അങ്ങനെ ഉള്ള രസിക്കിനെയാണ് ഭഗവാൻ അനുഗ്രഹിച്ച് തൻ്റെ കൂടെ ചേർക്കുന്നത്. അതാണ് ഭഗവത് കൃപയുടെ ഒരു വലിയ ആഴം. നമ്മൾ രസിക്കിലെത്തുമ്പോഴാണ് നമ്മളത് ബോധ്യപ്പെടുന്നത്. അപ്പോൾ ഈ രസിക്ക് ജോലി ചെയ്യുന്നു എന്നുള്ള കാര്യം അറിയാവുന്ന ഒരാൾ ശ്രീരാമകൃഷ്ണദേവനാണ്. മറ്റേത് ക്ഷേത്ര ഭാരവാഹികളിൽ ഇയാളെ നിയമിച്ച ആൾക്ക് മാത്രമേ അറിയാവൂ. അതാണ് അവിടുത്തെ പ്രത്യേകത. ശ്രീരാമകൃഷ്ണദേവൻ അറിയാം, കാരണം ഭഗവാൻ അറിയാതിരിക്കാനുള്ള നിർദ്ദേശം. ഭഗവാൻ അറിയാം, രസിക്കിനെ അറിയാം. ശരിക്കും നേരിട്ട് ബന്ധപ്പെടുന്നില്ലല്ലോ. ആദ്യമൊന്നും ബന്ധപ്പെടും, എത്രയോ കാലം കഴിഞ്ഞിട്ടാണ്, കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഇവർ തമ്മിൽ നേരിട്ട് ഇടപെടുന്നത്. പക്ഷെ ഭഗവാൻ അറിയാം. പിന്നെ ഉള്ളത് ക്ഷേത്ര ഭാരവാഹികളിൽ ഇയാളെ നിയമിച്ച ആൾക്ക് മാത്രമേ അറിയാൻ പറ്റൂ. അതായത് ഇയാൾ ഒരിക്കലും ആരുടെയും മുമ്പിൽ വരുന്നില്ല, എന്നാൽ അവിടുത്തെ തൂപ്പ് ജോലി ചെയ്യുകയും വേണം. അപ്പോൾ അങ്ങനെ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുക ഒരാളുടെ. അപ്പോൾ രസിക്ക് ഇത്രയും കാലം, വളരെ ദീർഘമായ കാലം രസിക്ക് ദൂരെ നിന്നാണ് ശ്രീരാമകൃഷ്ണദേവനെ കണ്ടിട്ടുള്ളത്. വളരെ ദൂരെ നിന്ന്, ദൃഷ്ടിയിൽപ്പെടാതെ ദൂരെ നിന്നാണ് അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കും. ഈ മുറിയിലേക്ക് നോക്കി നിൽക്കും. വളരെ ദൂരെ മറവിൽ ഇരുന്നു കൊണ്ട് ഈ ഭഗവാന്റെ മുറിയിലേക്ക് രസിക്ക് നോക്കി നിൽക്കും. അപ്പോൾ അവിടെ പ്രമുഖരായ ആളുകൾ വരുന്നു, പലരും അവിടെ അങ്ങനെ ഒരു വലിയ ആളുകൾ വരുന്നതൊക്കെ രസിക്ക് കാണാറുണ്ട്. അപ്പോൾ രസിക്ക് ആ സന്ദർഭങ്ങളിലെല്ലാം മനസ്സിൽ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. തനിക്കെന്നാണ് ഭഗവാന്റെ മുന്നിലൊന്ന് എത്താൻ പറ്റുക എന്നാണ് രസിക്ക് മനസ്സിൽ ആഗ്രഹിച്ചത്. കാരണം ഈ വരുന്ന ആളുകളും പോകുന്ന ആളുകളുടെയും എല്ലാം പ്രത്യേകതകൾ മനസ്സിലാക്കിയ രസിക്കിന് മനസ്സിലായി ശ്രീരാമകൃഷ്ണദേവൻ ഒരു വലിയ മഹാഗുരുവാണ് എന്നുള്ള ബോധ്യം അദ്ദേഹത്തിന് വന്നു. ഈശ്വരീയ ഭാവം തന്നെയാണെന്ന് രസിക്കിന് നേരത്തെ അറിയാനുള്ള കഴിവുണ്ടായി എന്ന് ശ്രീരാമകൃഷ്ണദേവൻ പിന്നീട് പറയുന്നുണ്ട്. രസിക്കിന് അത് തിരിച്ചറിയാനുള്ളൊരു കഴിവുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. വിദ്യാഭ്യാസം ഇല്ലാത്ത ഈ നീച ജാതി എന്നൊക്കെ പറഞ്ഞില്ലേ, ആ അവസ്ഥയിലുള്ള ചണ്ടാലൻ എന്നുള്ളത് നമ്മുടെ ശങ്കരാചാര്യരുടെ ഇതിൽ
ചണ്ടാലൻ എന്നുള്ള വാക്കാണ് ഇവിടെയും ഉപയോഗിക്കപ്പെടുന്നത്. പക്ഷേ അതിൽ ശങ്കരാചാര്യർക്ക് ചണ്ടാലൻ ബോധ്യപ്പെടുത്തിയ അവസ്ഥയിൽ തന്നെയാണ് ഇവിടെ ശ്രീരാമകൃഷ്ണദേവൻ ബോധ്യപ്പെടുന്നുണ്ട് സ്വയം രസിക്കിനെക്കുറിച്ച്. ചണ്ടാലനല്ല, അതും ഈശ്വരനാണ് എന്ന് ശ്രീരാമകൃഷ്ണദേവൻ തിരിച്ചറിയുന്നൊരു ഭാഗമുണ്ട്. രസിക്ക് ഈശ്വരനാണെന്ന് ശ്രീരാമകൃഷ്ണദേവൻ തിരിച്ചറിയുന്നൊരു ഭാഗമുണ്ട്. തിരിച്ചറിയാമെന്നല്ല, ശ്രീരാമകൃഷ്ണൻ ആ ദർശനത്തിൽ അങ്ങനെ ദർശിക്കുന്നുണ്ട് രസിക്കിനെ. അപ്പോൾ ഈശ്വരീയ ഭാവമുള്ള ഏതോ ശക്തിയുള്ള ആളാണെന്ന് മാത്രമാണ് രസിക്കിന് അറിയാവുന്നത്. തനിക്കും അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചെല്ലാനും നമസ്കരിക്കാനും കഴിഞ്ഞെങ്കിലെന്ന ആഗ്രഹം അയാളുടെ ഉള്ളിൽ ഇങ്ങനെ ദീർഘകാലമായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറയുന്നത് ഇദ്ദേഹം ആരും കാണാതെ ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് ചെല്ലണമെങ്കിൽ ആരും കാണാതെ വേണം ചെല്ലാൻ. ഏതാണ് രസിക്കിന് പുറത്തിറങ്ങി നടക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് ആലോചിച്ച് നോക്കണം. ആരും കാണാൻ പാടില്ല രസിക്കിന്. അപ്പം ആരും കാണാതെ ഒളിച്ചൊളിച്ച് നടക്കേണ്ട ഒരാൾക്ക് എങ്ങനെ ശ്രീരാമകൃഷ്ണദേവൻ്റെ മുന്നിൽ എത്താൻ പറ്റുമെന്നുള്ളതായി രസിക്കിൻ്റെ ആലോചന. അങ്ങനെ ആലോചിച്ച് നടന്ന് രസിക്ക് ഒരു ദിവസം ഒരു വേല കണ്ടുപിടിച്ചു. എന്താണത്? ശ്രീരാമകൃഷ്ണദേവൻ പ്രാഥമിക കർമ്മങ്ങൾക്കായിട്ട് അവിടെ മൂളിമര കൂട്ടങ്ങളുടെ ഇടയിലേക്കൊക്കെ പോകുമല്ലോ. അങ്ങനെ പോകുന്ന ഒരു സന്ദർഭം നോക്കി വച്ചിട്ട്, അങ്ങനെ വരുമ്പോൾ ഒരു ഗുണം എന്താണ്? അവിടേക്ക് വേറെ ആരും പോകില്ല. ആ ഭാഗത്തേക്ക് ഈ ഭഗവാൻ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോകുന്ന സന്ദർഭത്തിൽ വെള്ളവുമായിട്ട് കൂടെ പോകുന്ന ആൾ പഞ്ചവടി വരെ പോയിട്ട് അങ്ങനെയാണ് അവിടെ നിൽക്കും. അപ്പോൾ രാംലാലാണ് പോകുന്നതെങ്കിൽ അദ്ദേഹം അവിടെ പഞ്ചവടിയിൽ അവിടെ നിൽക്കും. എന്നിട്ടാണ് ഈ മുളിമരത്തിൻ്റെ അങ്ങോട്ടുള്ള ആ കാട് പ്രദേശത്തേക്ക് ഭഗവാൻ പോകുന്നത്. ഇത് രസിക്കുന്നൊരു അവസരമായി. എന്താണ്? അവിടേക്ക് ആരും വരൂലല്ലോ, രസിക്കിനെ ആരും കാണുകയില്ല, ഭഗവാൻ മാത്രമേ ഉള്ളൂ. സന്ദർഭം അതല്ലാതെ വേറെ മാർഗമില്ല, വേറെ ഒരു മാർഗമില്ല ഭഗവാന്റെ അടുത്തിയല്ല. ഇത് ഒരേ ഒരു മാർഗമേ ഉള്ളൂ എന്ന് രസിക്കിന് മനസ്സിലായി. അങ്ങനെ രസിക്ക് ആരും ഇങ്ങനെ ഒരു സന്ദർഭം നോക്കി, രാമലാൽ അന്ന് കൂടെ ഉണ്ടായിരുന്നു എന്ന് രാമലാലിൻ്റെ ഓർമ്മയാണ് ഇതിനകത്ത് ഈ ഭാഗം പറയുന്നതിലൊന്ന്. രാമലാൽ ഓർക്കുന്നതാണ്. രാമലാലാണ് പിന്നീട് ഈ ഭാഗം വിവരിക്കുന്നത്. പിന്നീട് രാമലാലിൽ നിന്നാണ് നമ്മൾ പിന്നീട് ലോകമറിയാൻ സാധ്യതയുണ്ടായ കാര്യം രേഖപ്പെടുത്തപ്പെട്ടത്. അപ്പം രസിക്ക് ഭഗവാൻ ഇങ്ങനെ പോയ സമയത്ത് ഓടിച്ചെന്ന് കാൽക്കൽ വീണ്, അതായത് ആ പോയ സമയത്ത് വേറെ ആരുമില്ലല്ലോ, അപ്പോൾ അവിടെ പോയി കാൽക്കൽ വീണ് നമസ്കരിച്ചു. എന്നിട്ട് രസിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. രസിക്ക് ഭഗവാനെ വിളിക്കുന്നത് അച്ഛ എന്നാണ്, ബാബ എന്നാണ്, അച്ഛ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അച്ഛൻ എൻ്റെ സ്ഥാനം, ഇപ്പോൾ ഒരു സ്വന്തം പിതാവിൻ്റെ സ്ഥാനത്താണ് ഭഗവാനെ രസിക്ക് കാണുന്നത്. അപ്പോൾ ബാബ എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ ഭാവി വരും കാലങ്ങൾ എന്തായി തീരും എൻ്റെ അവസ്ഥ എന്നുള്ള ആ ഒരു വ്യാകുലതയോടുകൂടിയാണ് രസിക്ക് ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുന്നത്. അതിൻ്റെ പെയിൻറ്റിംഗ് ഒക്കെ പിന്നീട് പലരും ആരോ വരച്ചതൊക്കെ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഭഗവാന്റെ കാൽക്കൽ ദണ്ഡ നമസ്കാരം ചെയ്യുന്ന രസിക്കിൻ്റെ പടം പെയിൻറ്റിംഗ് ആയിട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ കാലിൽ വീണപ്പോൾ ഭഗവാന്റെ കാലിൽ നമസ്കരിച്ചപ്പോൾ മുഖം കാൽക്കൽ വന്ന് ആണ് മുട്ടിയത്. ഇപ്പോൾ രസിക്കിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നിട്ട് ആ കാലിലേക്ക് ഒഴുകി. ആ കണ്ണീരിൻ്റെ നനവ് കാലിൽ തൊട്ടപ്പോൾ ഭഗവാൻ ഭാവാവസ്ഥയിലേക്കായി, സമാധി അവസ്ഥയിലേക്കായിപ്പോയി. ദീർഘമായ സമയം ഭഗവാൻ സമാധി അവസ്ഥയിലായിപ്പോയി ആ സന്ദർഭത്തിൽ. അത് കഴിഞ്ഞ് കണ്ണ് തുറന്നിട്ട് രസിക് ആ ഭാവാവസ്ഥയിൽ നിന്ന് വന്ന് കണ്ണ് തുറന്നിട്ട് ഭഗവാൻ രസിക്കിനെ അനുഗ്രഹിക്കുകയാണ്, തൊട്ടനുഗ്രഹിക്കുകയാണ്. നോക്കൂ, അതിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. തൊട്ടാണ് അനുഗ്രഹിക്കുന്നത്. ദൃഷ്ടിയിൽപ്പെടാൻ പാടില്ലാത്ത ആളാണ് അന്നത്തെ കാലത്ത്. അപ്പോൾ തൊട്ടനുഗ്രഹിച്ചിട്ടാണ് പറയുന്നത്, നിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നീ നേടും, നിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നീ നേടും. അങ്ങനെ ആരോടും ഭഗവാൻ പറഞ്ഞിട്ടേയില്ല. ആകെ രസിക്കിനോട് മാത്രമാണ് പറഞ്ഞെന്ന് തോന്നുന്നു. വേറെ ആരോടും പറഞ്ഞതായിട്ട് വായിച്ചിട്ടില്ല. പിന്നെ തുടർന്ന് പല സന്ദർഭങ്ങളിൽ ഇവർ തമ്മിൽ കാണുന്നുണ്ട്. ഇങ്ങനെ ഒളിച്ചും പാത്തുമൊക്കെ പല സന്ദർഭങ്ങളിൽ കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു ദിവസം രസിക്കിങ്ങനെ തോട്ടത്തിൽ ആരുമില്ല, ഇത്
ശ്രദ്ധിക്കണം, ഈ രസിക്ക് ഭഗവാനെ കാണുമ്പോഴും ഇവർ തമ്മിൽ പരസ്പരം കാണുമ്പം ഈ തലയ്ക്ക് മുകളിൽ സൂര്യനല്ലാതെ വേറെ ഒന്നും ആ ചുറ്റുപാടിലില്ലാത്ത സാഹചര്യമായിരിക്കും എന്ന് ആലോചിച്ചോ. അപ്പോൾ രസിക്കിനെ അങ്ങനെ ഒരു സന്ദർഭത്തിൽ പിന്നീട് കണ്ടപ്പോൾ ഭഗവാൻ നോക്കിയപ്പോൾ തോട്ടത്തിൽ വെച്ചാണ്, ആ നടവഴിയിൽ വെച്ചാണ് കണ്ടത്. അപ്പോൾ കണ്ടപ്പോൾ രസിക്ക് ഇങ്ങനെ മെല്ലെ ആടുന്നുണ്ട്. അപ്പോൾ രസിക്ക് മദ്യപിച്ചിട്ടുണ്ട്. ഇവർക്കതാകാം, മദ്യപാനം ഒരു ഇതൊന്നുമല്ല, അവർക്കാകാം, ചണ്ടാല വിഭാഗമാണവർ. അപ്പോൾ അതിനാകാം, അപ്പോൾ അവർ മദ്യപിക്കും. അപ്പോൾ ഇയാൾ അല്പം മദ്യപിച്ചിട്ട് അപ്പോൾ ഇങ്ങനെ ആടുന്നുണ്ട്, നിൽപ്പ് ശരിയല്ല. അപ്പോൾ ഭഗവാൻ അത് മനസ്സിലാക്കി. ഭഗവാൻ പറഞ്ഞ്, നീ അധികം കുടിക്കരുത് എന്ന് പറഞ്ഞു. രസിക്കിനെ ഉപദേശിച്ചു, നീ അധികം കുടിക്കരുത്. ഭഗവാന്റെ അടുത്ത് ഇതിനേക്കാൾ ഭീകരന്മാരാണ് മൊത്തം വേറെ വന്നിട്ടുള്ള ആളുകളെ നമുക്കറിയാമല്ലോ. അപ്പോൾ ഭഗവാൻ അധികം കുടിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ രസിക്കിൻ്റെ മറുപടിയാണ് ഏറ്റവും രസകരമായി പോയത്. അപ്പോൾ രസിക് ചോദിച്ചു, ഞാൻ എങ്ങനെയാണ് എപ്പോഴും മദ്യപിക്കാൻ പറ്റുക? കാര്യം എനിക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് എനിക്ക് കുടുംബം നോക്കണം, മദ്യപിക്കാൻ പറ്റില്ല. പിന്നെ ആകെ മദ്യപിക്കാൻ പറ്റുന്നത് എപ്പോഴാണ്? ആരുടെയെങ്കിലും വീട്ടിൽ പ്രായമായ അമ്മമാരാരെങ്കിലും മരിക്കുകയാണെങ്കിൽ ആ മരണാനന്തര ചടങ്ങുകളിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഈ ദഹന ഇതൊക്കെ ഉണ്ടല്ലോ, ഈ ശവടക്ക്, അതിൻ്റെ ദഹിപ്പിക്കൽ ചടങ്ങ്, അതിനൊക്കെ ഇവരെയാണ് ഈ ശ്മശാന ഇത് ചെയ്യുന്നവരാണ്. ഈ ഹരിശ്ചന്ദ്രൻ ആ വേഷം, ഹരിശ്ചന്ദ്രൻ അങ്ങനെ വേഷം മാറി ആ വേഷം സ്വീകരിച്ച കഥ നമുക്കറിയാം, ഹരിശ്ചന്ദ്ര മഹാരാജാവിൻ്റെ. അപ്പം അതുപോലെ ശ്മശാനത്തിൽ ശവം ഇത് ചെയ്യുന്ന, മറവ് ചെയ്യേണ്ട ജോലിയൊക്കെ ചെയ്യേണ്ടവരാണിവർ. അങ്ങനെയും ചെയ്യാം, ഇവർക്ക് ചെയ്യണം. അതിനൊക്കെ ഇവരെ പോലുള്ളവരെ നിയോഗിക്കുക അന്നത്തെ കാലത്ത്. അങ്ങനെ ചെയ്യുന്ന അവസരത്തിൽ അല്പസ്വല്പം പണം കിട്ടും, ചെറുതായിട്ട് പൈസ കിട്ടും. അപ്പോൾ രസിക്ക് ചോദിച്ചു, അങ്ങനെ ദിവസവും ആര് മരിക്കാനാണ്? ദിവസം ആരെങ്കിലും മരിച്ചാലേ എനിക്ക് കുടിക്കാൻ പറ്റൂ. അപ്പോൾ ഏതായാലും ദിവസം മരിക്കില്ല. അപ്പം മരിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ പറ്റുക. അതുകൊണ്ട് ഞാൻ നിത്യവും മദ്യപിക്കുന്ന ആളാണെന്നുള്ള ധാരണ വേണ്ട. മറ്റൊന്ന്, ഇനി അടുത്തൊന്നും മരിക്കാൻ അധികം ആരും ഇല്ല ഇവിടെ. അത് ഞാൻ മരിച്ചിട്ട് മരിക്കാവുന്നവരാണ് ഇനി ചുറ്റുപാടുമുള്ളത്. അതുകൊണ്ട് എനിക്കിനി മദ്യപിക്കാനും പറ്റില്ല എന്ന് രസിക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു രസകരമായ ഒരു സന്ദർഭമാണ് ആ രസിക്കിൻ്റെ കാര്യത്തിൽ. ചിലപ്പോൾ ഈ സമാധി അവസ്ഥയിൽ ഭഗവാൻ ഈ സമാധി അവസ്ഥയിൽ, അത് പ്രത്യേകിച്ച് രാത്രി സന്ദർഭങ്ങളിൽ ഈ സമാധി അവസ്ഥയിലേക്ക് പോകുന്ന അവസരത്തിൽ ഭഗവാന്റെ അന്തരംഗം, ആ അന്തരാത്മാവ് എന്നല്ലേ അങ്ങനെ പറയാം അല്ലേ, അന്തരാത്മാവ് പലയിടത്തേക്കും ഇങ്ങനെ സഞ്ചരിക്കും. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരിക്കൽ രസികിൻ്റെ വീട്ടിലേക്കും ചെന്നു. ഈ അന്തരാത്മാവാണ് ചെല്ലുന്നത് രസികിൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ രസികിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ്റെ ആ അന്തരഭാവം അവിടെ ചെല്ലുമ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ അവിടെ ദർശിക്കുന്നത് അതേ അന്തരാത്മാവിനെ തന്നെയാണ്. ഇവിടെ ദർശിക്കുന്നത് നമ്മുടെ ഫിസിക്കൽ ബോഡിയെ അല്ല. ശ്രീരാമകൃഷ്ണദേവൻ്റെ ആ ആത്മീയ ശരീരം രസിക്കിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ കാണുന്നത് അതേ ആത്മാവിനെ തന്നെയാണ് അവിടെ കാണുന്നത്. അതാണ് ചണ്ടാലനും ശങ്കരാചാര്യരുമായിട്ടുള്ള സംഭാഷണത്തിൽ ശിവൻ പറയുന്നത്. മാറി നിൽക്കേണ്ടത് ഈ ശരീരമാണോ ആത്മാവാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ അതാണ് സന്ദർഭം, ഇവിടെ അതാണ് സന്ദർഭം. ഇവിടെ അത് തന്നെ, അതുകൊണ്ട് നമുക്ക് കൂടുതൽ പെട്ടെന്ന് അത് മനസ്സിലാവും. അപ്പോൾ ഭഗവാന്റെ അന്തരാത്മാവ് അവിടെ ചെല്ലുമ്പോൾ കാണുന്നതെല്ലാം അതേ അന്തരാത്മാവ് തന്നെയാണ്. അപ്പോൾ ഭഗവാൻ തന്നെ എന്നിട്ട് ഭഗവാൻ സ്വയം പറയുകയാണ്. ഇത് മറ്റുള്ളവരോട് പറയുന്ന രീതിയല്ല, സ്വയം പറയുന്ന ഒരു രീതിയാണ്. വിവേകാനന്ദ സ്വാമിയോട് ഇത് പറഞ്ഞിട്ടുണ്ട്. വിവേകാനന്ദ സ്വാമിയോട് മാത്രമാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ പറഞ്ഞത് ഇതാണ്, എല്ലാം ഒരേ ആത്മാവ് തന്നെയാണ്. ഇതിൻ്റെ പുറത്തുള്ള ഈ കവറിങ്ങിനെ മാറ്റം വന്നിട്ടുള്ളൂ അല്ലേ. കവറിങ്ങിനാണ് ഈ പാക്കേജിനാണ് വ്യത്യാസം വന്നത്. അകത്തിരിക്കുന്ന സാധനം മുഴുവൻ ഒന്നാണ് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് അപ്പോൾ ഈ ശരീരം ഒരു മറ മാത്രമാണെന്നാണ് പറയുന്നത്.
ഈ ഈശ്വരീയ ഭാവം ഉൾക്കൊള്ളുന്ന അന്തരാത്മാവിൻ്റെ ഒരു മറ മാത്രമാണ് ഈ ശരീരം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ ധ്യാനാവസ്ഥയിൽ രസികിൻ്റെ ഭവന സന്ദർശനം ഒരു സ്ഥിരമാക്കിയിരുന്നു. രാത്രിയുടെ അന്ത്യയാമങ്ങളിലാണ് പോവുക രസികൻ്റെ വീട്ടിലേക്ക്, അന്ത്യയാമത്ത്. അതുകൊണ്ട് പുറത്താർക്കും ഇത് അറിയാനും പറ്റില്ല. അന്തരാത്മാവ് പോകുന്നു എന്നുള്ളതുകൊണ്ട് അതറിയാൻ പറ്റില്ല. മാത്രമല്ല പുറത്ത് ഇങ്ങനെ ഉള്ളൊരു സഞ്ചാരമായതുകൊണ്ട് പുറത്ത് ആരോടും പറയുന്നുമില്ല. അപ്പോൾ ആർക്കും അങ്ങനെയൊന്നും അറിയാല്ല. പ്രത്യേകിച്ച് ദക്ഷിണേശ്വരം ക്ഷേത്രത്തിൻ്റെ പൂജാരി ഇങ്ങനെയൊക്കെ ഭാവിക്കുന്നു എന്ന് അന്ന് അറിഞ്ഞെങ്കിൽ അത് വലിയ അപകടമായി മാറിയാണ്. അതാണ് എത്ര അപകടകരമായ ഒരു അവസ്ഥയും കൂടിയാണെന്ന് ആലോചിക്കാൻ പാടില്ല. ആലോചനയിൽ പോലും അവിടെ പോകാൻ പാടില്ല. സങ്കല്പത്തിൽ പോലും പറ്റില്ല. സങ്കല്പത്തിൽ തീർന്നു, കഥ കഴിഞ്ഞു. അതാണ് അവസ്ഥ. സങ്കല്പത്തിൽ പറ്റില്ല. അപ്പം ഇത് എത്ര ഭീകരമായിരിക്കും ഈ അവസ്ഥ എന്ന് ആലോചിച്ചു. ഇതൊന്നും ഭീകരമൊന്നും അല്ല. ഇതിപ്പോഴും മാറിയിട്ടൊന്നുമില്ല കേട്ടോ. അവസ്ഥയ്ക്കൊന്നും വലിയ മാറ്റം വന്നില്ല. ഞാനിവിടെ അനുഭവിച്ചിട്ടുണ്ട് ഈ അടുത്ത ദിവസം വെച്ചാൽ ഏതാനും വർഷങ്ങൾക്കിടയിൽ എനിക്ക് പ്രത്യക്ഷത്തിൽ ഈ തിരുവല്ലയിൽ ശ്രീവല്ലഭ ക്ഷേത്രത്തോട് അനുബന്ധിച്ച് കാണാൻ പറ്റിയിട്ടുണ്ട്. അത് വേറെ ആരുമല്ല, വിഷ്ണുനാരായണൻ നമ്പൂരി എന്ന് പറയുന്ന മഹാകവി പൂജയ്ക്ക് വന്നപ്പോഴാണ്. അദ്ദേഹം അമേരിക്കയിലേക്കൊന്ന് പോയി തിരിച്ചു വന്നപ്പോൾ ഇവിടെ വലിയ പ്രകടനവും പ്രതിഷേധവും ഒക്കെ നടന്നു, പ്രസംഗങ്ങളും ഒക്കെ നടന്നു. കടൽ കടന്നു പോയാൽ പിന്നെ ബ്രാഹ്മണ്യം പോയി. ഇത് പ്രത്യക്ഷത്തിൽ നടന്ന സംഭവമാണ് ഇവിടെ, അല്ലാതെ ഇത് കെട്ടുകഥയൊന്നുമല്ല. ഇതിൽ വിഷ്ണുനാരായണൻ നമ്പൂരി സാറാണ് ഇതിൻ്റെ ഒരു പക്ഷത്ത്. അപ്പോൾ ഇപ്പോൾ ഇതിവിടെ ഇങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടുള്ളതെങ്കിൽ ഈ കാലഘട്ടത്തിൽ, ഈ ഭഗവാൻ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ ഭാവനയിൽ കാണാൻ പാടില്ല. ഭാവനയിൽ കണ്ടാൽ ഭ്രഷ്ടായി. അല്ലെങ്കിൽ ആ വ്യക്തി, ബ്രാഹ്മണൻ ഭാവനയിൽ ഒരു ചണ്ടാലനെ കണ്ടാൽ ആ ചണ്ടാലൻ ഭ്രഷ്ടനായി, അല്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അയാൾ അറിയുന്ന പോലുമില്ല, അയാളെ ഭാവനയിൽ കണ്ടതാ ബ്രാഹ്മണൻ. അപ്പോൾ ഇതാണ് അങ്ങനെ. അപ്പോൾ ക്ഷേത്ര പരിസരത്തുള്ളവരോ ക്ഷേത്ര ഭാരവാഹികൾക്കോ ഭഗവാന്റെ ഈ സങ്കല്പത്തെ ഒരിക്കലും അറിയുമായിരുന്നില്ല. അങ്ങനെ അറിയാനും പാടില്ല. കാരണം അങ്ങനെ പോകാൻ പാടില്ല. ഇപ്പോൾ വിവേകാനന്ദ സ്വാമിയാണ് ഇത് പിന്നീട് പറയുന്നത്. വിവേകാനന്ദ സ്വാമിയോട് ഇത് പറഞ്ഞതുകൊണ്ടായിരിക്കാം വിവേകാനന്ദ സ്വാമി ഇത് പിന്നീട് വിവരിക്കുന്നുണ്ട്. ഭഗവാൻ രാത്രിയിൽ ക്ഷേത്രത്തിനടുത്തുള്ളൊരു ഈ നീച കുലത്തിൽ ജനിച്ച ഒരാളുടെ ഭവനത്തിൽ പോവുക പതിവായിരുന്നു എന്ന് വിവേകാനന്ദ സ്വാമി പിന്നീട് എഴുതിയിട്ടുണ്ട്, പറയുകയോ ചെയ്തിട്ടുണ്ട്. ആ വീട്ടിൽ ഈ ഭഗവാന്റെ ഈ ആത്മസന്ദർശനം എന്ന് നമുക്കെടുക്കാം. ആത്മസന്ദർശനം നടത്തുമ്പോൾ ഭഗവാൻ അവിടെ ചെയ്യുന്നൊരു ജോലിയും കൂടെ ഉണ്ട്. ആ വീട്ടിലെ ഏറ്റവും വൃത്തികേടായ ഭാഗങ്ങൾ വൃത്തിയാക്കും. എന്നിട്ട് ഭഗവാൻ പറയും, അമ്മേ എന്നെ അവരുടെ ഭൃത്യനാക്കൂ. കാളിമാതാവിനോട് ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ പ്രാർത്ഥിക്കുകയാണ്, എന്നെ രസിക്കിൻ്റെ വീട്ടിലെ ഭൃത്യനാക്കൂ എന്ന് ഭഗവാൻ പറയുന്നത് കേട്ടിട്ടുണ്ടെന്ന് വിവേകാനന്ദ സ്വാമിയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബന്ധത്തിൻ്റെ ആഴം നമുക്ക് ബോധ്യപ്പെടും. എന്നിട്ട് നിൻ്റെ അന്ത്യകാലത്ത് ഞാൻ നിൻ്റെ അടുത്ത് വരുമെന്ന് രസികനോട് ഭഗവാൻ വാക്ക് കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. അത് ഭഗവാൻ പാലിച്ചു. അപ്പോൾ രസിക്കിൻ്റെ വീടെന്ന് പറയുന്നത് ഒരു ചാള എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇപ്പോൾ എന്തോ ഒരു പ്രത്യേകതരം ഏറുമാടം അല്ലെ കുടില് പോലെ. അത് വളരെ അന്നത്തെ ആലോചിക്കാവുന്നേ ഉള്ളൂ ആ വീടിൻ്റെ അവസ്ഥയൊക്കെ. പക്ഷേ അവിടെ ഏറ്റവും മനോഹരമായി നിർമ്മിച്ച ഒരു ഭാഗമുണ്ട് ആ വീടിന്, ഒരു തുളസിത്തറ. വീട് അലങ്കോലമാണ്, അതാണ് ഭഗവാൻ പറഞ്ഞത്. അത് അങ്ങ് വൃത്തികേടാണ് അങ്ങാറ്റം. അത് ഭഗവാൻ സ്വയം പോയി തൻ്റെ മാനസിക സന്ദർശനത്തിൽ ഭഗവാൻ അത് വൃത്തിയാക്കുന്നതായിട്ട് ഭാവിക്കുന്നുണ്ട്, സേവിക്കുകയാണ്, രസികനെ സേവിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഏറ്റവും മനോഹരം, അത് ഭഗവാൻ പറഞ്ഞിട്ടാണ് അവിടെ തുളസിത്തറ നിർമ്മിച്ചത്, തുളസി വളർത്തിയത്. തുളസിയുടെ ഒരു വലിയ ഏരിയ, ഒരു കൂട്ടം തുളസിയെ വളർത്തി തുളസിത്തറ പോലെ ആക്കി അവിടെ തുളസി വളർത്തി. അത് വൃത്തിയും ശുദ്ധവും ഒരു ക്ഷേത്രാങ്കണത്തിൻ്റെ എല്ലാ പരിശുദ്ധിയോടും കൂടിയാണ് രസിക്ക് അത് സംരക്ഷിച്ചത്.
ഋഷിക്ക് അവിടെയാണ് സാധന നടത്തിയിരുന്നത്. ആ തുളസി തറയിലാണ് സാധന നടത്തിയത്. അപ്പോൾ അവസാനം അസുഖമൊക്കെ വന്ന് മൂർധന്യാവസ്ഥയിലായി, ഏതാണ്ട് മരണപ്രായത്തിലേക്ക് എത്താറായി എന്നൊക്കെ ആയപ്പോൾ രസിക്കിൻ്റെ ഭാര്യ കരഞ്ഞ് വിളിച്ച് നേരെ ദക്ഷിണേശ്വരത്തേക്ക് വരികയാണ്. അപ്പോൾ ക്ഷേത്രത്തിലേക്കൊന്നും കയറാൻ പറ്റില്ല, വെളിയിൽ ഗംഗയുടെ കരയുടെ അവിടെ നിൽക്കാനേ പറ്റുള്ളൂ. അപ്പോൾ രാംലാലാണിത് കാണുന്നത്, ഇങ്ങനെ ഈ സ്ത്രീ കരഞ്ഞ് അവിടെ വന്ന് കരയുന്നതൊക്കെ. അപ്പോൾ രാംലാൽ ചോദിച്ചപ്പോൾ രസിക്കിൻ്റെ ഭാര്യ പറഞ്ഞു, ഇങ്ങനെ അസുഖം മൂർധന്യാവസ്ഥയിലായി, രസിക്ക് മരണാസന്നനായിരിക്കുകയാണെന്ന് പറഞ്ഞു. ഉടൻ തന്നെ രാംലാൽ അകത്ത് പോയിട്ട് രാധാകാന്ത ക്ഷേത്രത്തിൽ പോയിട്ട് അവിടുന്ന് തീർത്ഥവും തുളസി തീർത്ഥവും തുളസിക്കതിരും തീർത്ഥവും എടുത്തുകൊണ്ട് വന്നിട്ട് അത് രസിക്കിൻ്റെ ഭാര്യയുടെ കൊടുത്തിട്ട് ഇത് കൊണ്ടുപോയി രസിക്കിന് കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് രസിക്കിൻ്റെ ഭാര്യ ഇത് വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് രസിക്കിന് കൊടുത്തപ്പോൾ രസിക്ക് ഊർജ്ജസ്വലനായി എന്നാണ് പറയുന്നത്. പെട്ടെന്ന് ഊർജ്ജസ്വലനായി, ഇത് ഈ പ്രസാദം കഴിച്ചപ്പോഴേക്കും രസിക്ക് ഊർജ്ജസ്വലനായി. അപ്പോൾ രോഗാവസ്ഥയൊക്കെ വിട്ടുമാറി എന്നുള്ളൊരു തോന്നലുണ്ടാക്കി. അത് അവസാനം തോന്നിയെന്നേ ഉള്ളൂ. അങ്ങനെ ആ തീർത്ഥജലത്തിൻ്റെ ആ ശക്തി അത് അനുഭവപ്പെട്ടു എന്നേ ഉള്ളൂ. എന്നിട്ട് പറഞ്ഞു, തൻ്റെ കട്ടിൽ എടുത്ത് ഈ തുളസിത്തറയുടെ അടുത്ത് കൊണ്ട് വെക്കാൻ പറഞ്ഞു. അങ്ങനെ മക്കൾ എല്ലാം കൂടെ ചേർന്ന് ഈ കട്ടിൽ എടുത്തു കൊണ്ടുപോയി തുളസിത്തറയുടെ അടുത്ത് വെച്ചിട്ട് രസിക്ക് അവിടെ കിടന്നു. അങ്ങനെ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഭഗവാന്റെ നാമം ജപിച്ചിരിക്കെ രസിക്ക് നോക്കിയപ്പോൾ അതാ ഭഗവാൻ വരുന്നു. തൻ്റെ ആ വീട്ടിലേക്ക് ഭഗവാൻ വരുന്ന കാഴ്ച രസിക്കിൻ്റെ കണ്ണുകളിൽ തിളക്കമാർന്നു നിന്നു എന്നാണ് പറയുന്നത്. രസിക്ക് ആ മുഖം അങ്ങ് വലിയ ഒരു മനോഹരമായ പുഷ്പം വിടരുന്നത് പോലുള്ളൊരു ഭാവത്തിൽ രസിക്കിൻ്റെ ആ മുഖം വിടർന്നു പെട്ടെന്ന്. രസിക്കിൻ്റെ മുഖത്തുണ്ടായ ആ മാറ്റങ്ങളെല്ലാം ആ അമ്മയും ആ ഭാര്യയും മക്കളും ഒക്കെ തിരിച്ചറിഞ്ഞു. രസിക്ക് പറഞ്ഞു, ഇതാ ഭഗവാൻ വന്നു, എൻ്റെ ഭഗവാൻ ദേ വന്നു, എൻ്റെ ഭഗവാൻ വന്നു എന്ന് പറഞ്ഞ് രസിക്ക് ആ നാമജപത്തോടുകൂടി ഭഗവാൻ രസിക്കിനെ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ആണ് രസിക്കിൻ്റെ. അപ്പോൾ ഇത് പറഞ്ഞു വരാൻ കാരണം കേശവചന്ദ്രസേനു വേണ്ടി എത്രമാത്രമാണോ കരയുന്നത്, അതേ ഭഗവാൻ രസിക്കിനെ വേണ്ടി, ഒരു ചണ്ടാലന് വേണ്ടിയിട്ടും കരയുകയാണ്. ഈ അന്തരം, ആ കാലഘട്ടത്തിൻ്റെ അന്തരം കൂടെ നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് അവിശ്വസനീയമായിട്ട് തോന്നാം. ഇതാണ് ഭഗവത് രൂപം, ഭഗവത് ആ സ്വരൂപം എന്താണെന്നുള്ളത് ഈ ഒരു കഥകളിലൂടെയാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. മാഷമഹാശയൻ പിന്നീട് വീണ്ടും ഭഗവാനെ അവതരിപ്പിക്കുന്നുണ്ട്. നമുക്കത് അടുത്ത ദിവസമാവാം. ഇപ്പോൾ സമയമായി. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ സർ. നമസ്തേ. 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 നാമം ജപിക്കാം. ഓം ശ്രീ ശാരദാദേവി നമഃ. ഓം ശ്രീ ശാരദാദേവി നമഃ. ഓം ശ്രീ ശാരദാദേവി നമഃ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം.